So, good morning students. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. അരിത്മെറ്റിക് സീക്വൻസ് SLC എക്സാമിന് 10-11 മാർക്സിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. 9-10-11 വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യുക. ഞാൻ ക്ലാസ്സിൽ പല സമയത്തും പറയാറുണ്ട്, ഒരു മാത്സിൽ നിങ്ങൾക്ക് ബേസ് വേണോ, മാത്സിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗം ഷാർപ്പിൻ ചെയ്യണോ, ഒരേ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് മാക്സിമം ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഫസ്റ്റ് ചാപ്റ്റർ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ചാപ്റ്റർ കൺസോൾട്ടേറ്റ് ചെയ്യാൻ പോകും. സാധാരണ നമുക്ക് ക്ലാസ്സിൽ പൊതുവായി പറയാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഈ ഓൺലൈൻ ക്ലാസ് കൊണ്ട് പറയാൻ പറ്റാത്തൊരവസ്ഥ വരികയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ലോക്ക്ഡൗൺ എന്ന് പറയുന്ന സംഭവം നിങ്ങളെ സ്വപ്നങ്ങളെ ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ല. നിങ്ങളെ സ്വപ്നങ്ങളൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ എങ്ങനെ സ്വപ്നം കണ്ടോ അതിനേക്കാൾ വർണ്ണപ്പകിട്ടാറ് നിങ്ങൾ എന്ത് ചെയ്യുക, സ്വപ്നങ്ങൾ കാണുക. നിങ്ങളുടെ ഡ്രീംസ് യാത്ര ചെയ്യണം, ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം, ടീച്ചറാകണം, നിങ്ങൾ ഡ്രീംസ് എന്താണ്, ബിസിനസ്മാൻ ആകണം. അത് ഡ്രീംസ് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യുക. ഞാൻ സാധാരണ ക്ലാസ്സിൽ ഗേൾസിനോടൊക്കെ പറയാറുണ്ട്, നിങ്ങളുടെ ഡ്രീംസ് അഥവാ നിങ്ങളുടെ ലൈഫ് കളർഫുൾ ആകണമെങ്കിൽ അതിനുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ മാത്രമാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, അത് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നന്നായി ചെയ്യാൻ പോകുന്നത് ആ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ കൺസൾട്ടേഷനാണ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം പഠിച്ച കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് പഠിച്ച കാര്യം എന്ന് പറയുന്നത്, യു ക്യാൻ കണക്ട്, ഫസ്റ്റ് എന്ന് പറയുന്നത് യു ക്യാൻ കണക്ട് എനി ടേം വിത്ത് ദി ഫസ്റ്റ് ടേം. If you want to find out x5, then you can write x5 as x1 plus 4d. If you want to find out the 10th term x10, then which is x10 is equal to x1 plus 9d. Then if you want to find out x50, then x50 is equal to x1 plus 49d. Then second section, രണ്ടാമത് നിങ്ങൾ പഠിച്ച കാര്യം എന്ന് പറയുന്നത് nth term of an arithmetic sequence. The nth term of an arithmetic sequence. What is the equation for finding the nth term of an arithmetic sequence? So xn is equal to dn plus x1 minus d. Okay, ഈ ഇക്വേഷൻ്റെ പർപ്പസ് എന്താണ്? രണ്ട് കാര്യങ്ങളാണ് ഈ ഇക്വേഷൻ ഉള്ളത്. The first one, which is you can calculate any term of this arithmetic sequence. The second use, you can find out the nth term of the sequence, which means you can find out the algebraic form of that arithmetic sequence. Then third one, which is b is equal to, third equation, which is b is equal to a plus c divided by 2, which is already proven in previous class. B is equal to a plus c divided by 2, which is you can, the use of this equation, which is you can find out the middle term of any arithmetic sequence if a comma b comma c are in arithmetic sequence. Say for example, ഒരു എക്സാമ്പിൾ നോക്കാം അല്ലേ. ഒരു അരിത്മെറ്റിക് സീക്വൻസ് നിങ്ങൾക്ക് കാണാം. ആ സീക്വൻസിലെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 2 ആണ്, സെക്കൻഡ് ടേം മിസ്സിംഗ് ആണ്, തേർഡ് ടേം ഇസ് ഈക്വൽ ടു 8. അപ്പം മിഡിൽ ടേം കാൽക്കുലേറ്റ് ചെയ്യാം എങ്ങനെ? a plus c, which is 2 plus 8, which is 10, 10 by 2, which is equal to 5, which is the middle term of that arithmetic sequence. അതിനുശേഷം നിങ്ങൾ പഠിച്ചത് ഫോർത്ത് ഇക്വേഷൻ. ആക്ച്വലി വാട്ട് ഈസ് ഫോർത്ത് ഇക്വേഷൻ? d is equal to xm minus xn divided by m minus n. ഈ ഇക്വേഷൻ ഒരൊറ്റ പർപ്പസിലുള്ള ഒരൊറ്റ യൂസേ ഉള്ളൂ. വാട്ട് ഈസ് ദാറ്റ് യൂസ്? യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ കോമൺ ഡിഫറൻസ് ഓഫ് എനി arithmetic sequence if you have two terms of that arithmetic sequence. Fourth equation, then fifth equation. What is fifth equation? The fifth equation, which is that n is equal to xn minus x1 by d plus 1. This is a very, very important equation in this chapter. This equation has two rules, two purposes. The first one, which is you can find out the position of any term in an arithmetic sequence. Then second one, which is that to check whether the given terms is on an arithmetic sequence or not. അതെന്താ മീനിങ് മക്കളെ? നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ ടേം തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ആ സീക്വൻസിലെ ടേമിൻ്റെ പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. സെക്കൻഡ് യൂസ് എന്താ മക്കളെ? യു ക്യാൻ ഫൈൻഡ് ഔട്ട്, ചെക്ക് വെദർ ദി പോയിന്റ്സ് ഓൺ ദാറ്റ് അരിത്മെറ്റിക് സീക്വൻസ് ഓർ നോട്ട്. അഥവാ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ടേം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്തതാണ്. അതാണ് ഫിഫ്ത്ത് ഇക്വേഷൻ. ദെൻ സിക്സ്ത് ഇക്വേഷൻ, വിച്ച് ഈസ് ദാറ്റ് യു ക്യാൻ സീ ദാറ്റ് ദ ഫിഫ്ത്ത് ഇക്വേഷൻ, വിച്ച് ഈസ് ദാറ്റ് മിഡിൽ ടേം ഇസ് ഈക്വൽ ടു സം ഓഫ് ടേംസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. SLC എക്സാം ഹാളിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഫസ്റ്റ് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നിൽക്കേണ്ട ഇക്വേഷൻ ഇതാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്ക സമയത്തും ഈ ഇക്വേഷൻ ബേസ്ഡ് ആണ് ക്വസ്റ്റ്യൻ വരാറ്.
So what is the equation? The sixth equation, which is that middle term is equal to sum of terms divided by number of terms. Equation use endana, find out the middle terms of an arithmetic sequence if you have the sum of odd number of terms. എന്താ മക്കളെ odd number of terms എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ടേമിൻ്റെ സമ്മ്, 5 ടേമിൻ്റെ സമ്മ്, 9 ടേമിൻ്റെ സമ്മ്, 11 ടേമിൻ്റെ സമ്മ്, 99 ടേമിൻ്റെ സമ്മ്. അഥവാ നിങ്ങൾക്ക് ഓഡ് നമ്പേഴ്സ് വരുന്ന സമ്മ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മിഡിൽ ടേം കാൽക്കുലേറ്റ് ചെയ്യാം. എന്തുകൊണ്ടാണ് മക്കളെ ഓഡ് നമ്പേഴ്സിൻ്റെ സം എന്ന് പറയാനുള്ള കാരണം? ഓഡ് നമ്പർ ആണെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? മിഡിൽ ടേം ഉണ്ടാവുള്ളൂ. ദെൻ ദ സെവൻത് ഇക്വേഷൻ ദിസ് ചാപ്റ്റർ വിച്ച് ഈസ് സം ഓഫ് പെയർ. അല്ലേ, സം ഓഫ് പെയർ എന്തായിരുന്നു മക്കളെ ഇക്വേഷൻ? സം ഓഫ് പെയർ ഇസ് ഈക്വൽ ടു സം ഓഫ് ടേംസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പെയർ. ഈ ഇക്വേഷൻ നമ്മൾ എവിടെ യൂസ് ചെയ്യുക? നിങ്ങൾക്ക് 10 ടേമിൻ്റെ സമ്മ്, 12 ടേമിൻ്റെ സമ്മ്, 100 ടേമിൻ്റെ സമ്മ് അഥവാ ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സം ഓഫ് പെയർ കാൽക്കുലേറ്റ് ചെയ്യാം. ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്തതാണ്. Then eighth equation which is Sn is equal to n by 2 into x1 plus xn. What is the purpose of this equation? You can calculate the sum of first any term of an arithmetic sequence. Any term of an arithmetic sequence. For example, if you want to find out the sum of first 10 terms of an arithmetic sequence 2, 5, 8, etc. If you want to find out the sum of first 20 terms of an arithmetic sequence 6, 10, 14, etc. that means you can find out the sum of any arithmetic sequence. And the sum of first n terms of an arithmetic sequence, and it is also called the algebraic form of sum. That is Sn is equal to d by 2n square plus x1 minus d by 2n. What is the purpose of the equation? You can find out the algebraic form of sum as well as the sum of first n terms of an arithmetic sequence. അതിൻ്റെ കൂടെ നമ്മൾ പഠിച്ചിരുന്നു ഒരു arithmetic sequenceൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ഇക്വേഷൻ Sn is equal to an square plus bn ആണെങ്കിൽ what is common difference? D is equal to 2 times of the coefficient of n square, which means D is equal to 2a. And you can find out the first term of that arithmetic sequence, that f is equal to a plus b, which means the sum of the coefficient of n square and n. Okay, you can see here the next equation, which is that the difference of sum of first n terms and the next n term is n square. 12th equation അല്ലേ, എന്തായിരുന്നു മക്കളെ ഇക്വേഷൻ്റെ യൂസ്? ഏതെങ്കിലും ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് 5 ടേമിൻ്റെ സമ്മും നെക്സ്റ്റ് 5 ടേമിൻ്റെ സമ്മും തമ്മിലുള്ള ഡിഫറൻസ്, ഏതെങ്കിലും ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് 10 ടേമിൻ്റെ സമ്മ് നെക്സ്റ്റ് 10 ടേമിൻ്റെ സമ്മ്, ഏതെങ്കിലും ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് 20 ടേമിൻ്റെ സമ്മ് നെക്സ്റ്റ് 20 ടേമിൻ്റെ സമ്മ്. അവിടെ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. ഏതാ ഇക്വേഷൻ? n square d. The next one is that the difference of sum. The difference of sum is equal to n into the difference of first terms. രണ്ട് അരിത്മെറ്റിക് സീക്വൻസ്, ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ, ഈ രണ്ട് അരിത്മെറ്റിക് സീക്വൻസിൻ്റെയും കോമൺ ഡിഫറൻസ് ഈക്വൽ ആണ്. അതുപോലെ നമ്പർ ഓഫ് ടേംസും ഈക്വൽ ആണെങ്കിൽ ഫസ്റ്റ് അരിത്മെറ്റിക് സീക്വൻസിൻ്റെ സമ്മും സെക്കൻഡ് അരിത്മെറ്റിക് സീക്വൻസിൻ്റെ സമ്മിൻ്റെയും ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് മെത്തേഡ് ആണ് എന്ത്? n into difference of first term. Then last 3 equation, which are they? The sum of first n natural numbers, which is n into n plus 1 by 2. Then second one, the sum of first n odd number, which is n square. The last one, the sum of first n even number. The sum of first n even number is equal to n into n plus 1. The last equation, which is that you can find out the any first term. You can find out the first term of nth row, which is equal to x1 plus n into n minus 1 by 2 into d. ഇത്രയും ഇക്വേഷൻസ് ആണ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. സോ താങ്ക് യു.